ദൂരെ ഒരു കാട്ടിൽ ലിയോ എന്നു പേരുള്ള ക്രൂരനായ ഒരു സിംഹമുണ്ടായിരുന്നു. അവൻ കാട്ടിലെ രാജാവായിരുന്നു. എല്ലാ മൃഗങ്ങളും അവനെ ഭയപ്പെട്ടിരുന്നു. ലിയോയുടെ ഗർജനം ദേശത്തുടനീളം പ്രതിധ്വനിക്കുമായിരുന്നു. അവന്റെ ശക്തിക്ക് സമാനതകളില്ലായിരുന്നു. എല്ലാ ദിവസവും അവൻ ഭക്ഷണത്തിനായി വേട്ടയാടും. ഒരു മൃഗവും അവന്റെ ഭരണത്തെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഒരു ദിവസം പതിവ് പോലെ അവൻ വേട്ടയ്ക്കിറങ്ങി. അലഞ്ഞു തിരിഞ്ഞു അവൻ ഉൾവനത്തിലെത്തി. ധാരാളം മുയലുകളും മാനുകളും കാട്ടുപോത്തുകളും പന്നികളുമൊക്കെ ആരെയും പേടിക്കാതെ സന്തോഷമായി കഴിഞ്ഞിരുന്ന സ്ഥലമായിരുന്നു അത്. കാട്ടിൽ പുല്ല് തിന്നുന്ന ധാരാളം മൃഗങ്ങളെ അവൻ കണ്ടു. അവന് സന്തോഷമായി. പതുങ്ങിയിരുന്ന് അവൻ അവരുടെ മേലേക്ക് ചാടി വീണു. കിട്ടു എന്ന മുയൽ അവന്റെ കയ്യിൽപ്പെട്ടു. അങ്ങനെ കിട്ടുമുയലിനെ അവൻ ഭക്ഷണമാക്കി. പിന്നീടുള്ള ദിവസങ്ങളിലും അവൻ വേട്ട തുടർന്നു. ഒരുപാട് മൃഗങ്ങൾ അവന്റെ വേട്ടയ്ക്കിരയായി. പിന്നീട് അവൻ ഭക്ഷണത്തിനു വേണ്ടി അല്ലാതെയും വേട്ട തുടങ്ങി. സാധുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് അവൻ വിനോദമാക്കി. എല്ലാവരുടെയും മനസ്സിൽ ഭയം നിറഞ്ഞു. അതോടെ ആരും പുറത്തിറങ്ങാതെയായി. ജീവികളാരും പുറത്തിറങ്ങാതെ വന്നപ്പോൾ സിംഹത്തിന് ആഹാരം കിട്ടാതെയായി. ഒടുവിൽ അവൻ ഒരു മാർഗം കണ്ടുപിടിച്ചു. അവൻ കാട്ടിൽ നിന്നും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി ആരെയും വേട്ടയാടില്ല. നിങ്ങൾക്ക് ധൈര്യമായി പുറത്തിറങ്ങി നടക്കാം. പകരം ഓരോ ദിവസവും ഓരോരുത്തരായി എന്റെ അടുത്തെത്തി എന്റെ ഭക്ഷണമാകണം. ബാക്കിയുള്ളവർക്ക് സമാധാനമായി പുറത്തിറങ്ങി നടക്കുകയും ചെയ്യാം. നാളെ മുതൽ ഓരോരുത്തരായി എന്റെ അടുത്തെത്തണം. അത്രയും പറഞ്ഞു സിംഹം അവിടെ നിന്നും പോയി. സിംഹം പറഞ്ഞത് എല്ലാവരും കേട്ടിരുന്നു. അവർ അടിയന്തരമായി ഒരു യോഗം കൂടി. സിംഹത്തിന്റെ നിബന്ധന അംഗീകരിക്കുകയല്ലാതെ അവർക്ക് മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. നറുക്കിട്ട് ആളെ തീരുമാനിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ സിംഹത്തിന്റെ ആദ്യത്തെ ദിവസത്തെ ഭക്ഷണമാകാൻ നറുക്ക് വീണത് മിന്നു എന്ന മാനിനായിരുന്നു. സിംഹം മിന്നു മാനിനെ ഭക്ഷണമാക്കി. രണ്ടാം ദിവസം നറുക്ക് വീണത് റിങ്കു എന്ന പന്നിക്കുട്ടന് ആയിരുന്നു. സിംഹം അവനെയും ഭക്ഷണമാക്കി. മൂന്നാം ദിവസം ജിംബ്രു എന്ന കാട്ടുപോത്തും 4-ാം ദിവസം ജോജോ എന്ന സീബ്രയും സിംഹത്തിന്റെ ഭക്ഷണമായി. 5-ാം ദിവസം കുഞ്ചു എന്ന മുയലിന്റെ ഊഴമായിരുന്നു. കുഞ്ചുമുയൽ വളരെ ബുദ്ധിശാലിയായിരുന്നു. അവൻ സിംഹത്തെ കുടുക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചിരുന്നു. ഭക്ഷണം കാത്തിരുന്ന സിംഹത്തിന്റെ മുന്നിലേക്ക് വളരെ വൈകിയാണ് അവൻ ചെന്നത്. സിംഹമാകട്ടെ കാത്തിരുന്ന് ക്ഷമ നശിച്ചു നിൽക്കുകയായിരുന്നു. കുഞ്ചുവിനെ കണ്ടതും അവൻ കോപത്തോടെ അലറിക്കൊണ്ട് ചോദിച്ചു, എവിടെയായിരുന്നു നീ ഇത്രയും നേരം? പേടി അഭിനയിച്ചുകൊണ്ട് വിനയത്തോടെ അവൻ പറഞ്ഞു, മഹാരാജൻ, അടിയൻ നേരത്തെ പുറപ്പെട്ടതാണ്. വഴിയിൽ മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു. അവൻ എന്നെ ഭക്ഷണമാക്കാൻ ശ്രമിച്ചു. അവൻ പറയുകയാണ്, അവനാണത്രേ ഈ കാട്ടിലെ രാജാവ്. എന്നെ അവന് കഴിക്കണമെന്ന്. ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടെത്തിയത്. അവൻ അത് പറഞ്ഞതും സിംഹത്തിന്റെ കോപം ഇരട്ടിച്ചു. സിംഹം മുയലിനോട് ചോദിച്ചു, അവൻ എവിടെയാണുള്ളത്? അവനെ ഞാൻ ഇന്ന് ശരിയാക്കും. കുഞ്ചുമുയൽ സിംഹത്തെയും കൂട്ടി ഉൾക്കാട്ടിലുള്ള ഒരു പൊട്ടക്കിണറിന്റെ അടുത്തെത്തി. പേടി അഭിനയിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹാരാജൻ, ആ കിണറ്റിലാണ് അവന്റെ താമസം. സിംഹം യുദ്ധത്തിന് തയ്യാറായി കിണറിന്റെ ഉള്ളിലേക്ക് നോക്കി. അവന്റെ പ്രതിബിംബം കണ്ട സിംഹം വിചാരിച്ചത് അത് മറ്റൊരു സിംഹമാണെന്നാണ്. സിംഹം ഗർജിച്ചുകൊണ്ട് കിണറ്റിലേക്ക് എടുത്തു ചാടി. നല്ല ആഴമുള്ള കിണറായതുകൊണ്ട് സിംഹത്തിന് തിരിച്ചു കയറാൻ പറ്റിയില്ല. സിംഹം ഒരിക്കലും രക്ഷപ്പെട്ടുവന്ന് തങ്ങൾക്ക് ഒരു ഭീഷണിയാകാതിരിക്കാൻ എല്ലാ മൃഗങ്ങളും ചേർന്ന് ആ കിണർ മൂടിക്കളഞ്ഞു. വലിയൊരു ആപത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ച കുഞ്ചുമുയലിനെ എല്ലാവരും ചേർന്ന് അനുമോദിച്ചു. പിന്നീടുള്ള കാലം അവർ പഴയതുപോലെ സന്തോഷത്തോടെ ജീവിച്ചു.